ഹലോ ഗൈസ്, നമസ്കാരം. ഞാനൊരു കാര്യം എൻ്റെ ഓർമ്മപ്പെടുത്തുകയാണ്. 1998-99 വന്ന അനിയത്തിപ്രാവ് എന്ന സിനിമ എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു സിനിമയാണ്. എൻ്റെ ജീവിത കഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഫിലിമാണ്. കാരണം അതുപോലെ ഒരാളെ ഞാനും മാനേജ് ചെയ്ത അതുപോലെ അതിൽ എൻ്റെ ആളെ ഒരു എം എന്നാണ്, അതിലാളെ ഒരു എൻ്റെ പേര് ലത്തീഫ് എന്നാണ്. അതുപോലെ തന്നെ അതിലെ ആളെ പേര് ശ്രുതി, മറ്റേ ഒരു മിനി, എന്നെ അവൻ്റെ പേര് കുഞ്ഞാവ, അതുപോലെ തന്നെ മറ്റേ പേര് സിനി എന്നായിരുന്നു വിളിക്കൽ. ഉള്ള പേര് പറയണേ പേഴ്സണലായിട്ട് ആരോന്നാ പറഞ്ഞു തരും. തന്നെയല്ല, അനിയത്തിപ്രാവ് ഫിലിം 4 തിയേറ്ററുകളിലായിട്ട് 13 വട്ടം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് വെച്ചാൽ, അനിയത്തിപ്രാവിൽ ഈ കുഞ്ചാക്കോവൻ പറയുന്നുണ്ടല്ലോ, ഒരു മലമുകളിലേക്ക് കയറി പോകുമ്പോൾ പറയുന്നുണ്ടല്ലോ, ചെറുപ്പത്തിൽ കണ്ടിട്ട് കൊതി തീരാത്തൊരു മുഖമുണ്ടല്ലോ, ആ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് എൻ്റെയും ഒരു ജീവിതാനുഭവം പോലുള്ളൊരു കഥയാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു റീലിൻ്റെ ആ ഭാഗം വീണ്ടും ഇന്നും കാണുമ്പോൾ, ഡിസ്കുകളിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കാണും. കാരണം നമ്മളൊരു അനുഭവം പോലുള്ളൊരു സംഭവം ആയതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കും. ചെറുപ്പത്തിൽ കണ്ടിട്ട് കൊതി തീരാത്ത ആ മുഖമുണ്ടല്ലോ, ആ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന ആ കുഞ്ചാക്കോവൻ്റെ വാക്കുകൾ ഇന്നും ഞാൻ കാതോർക്കുന്നുണ്ട്. അതാണ് അന്ന് ഈ ഫിലിം 13 വട്ടം 4 തിയേറ്ററുകളിലായി കണ്ട ഫിലിം. ഇന്നും അത് യൂട്യൂബിലും അല്ലാതെയും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത്രയും എനിക്കിഷ്ടപ്പെട്ട, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഫിലിമായിരുന്നു അനിയത്തിപ്രാവ്. അതുപോലെ തന്നെ ഈ നിറം ഫിലിം, അതുപോലെ തന്നെ നിറം 8 വട്ടം കണ്ടു, അതുപോലെ 9 വട്ടം, അതുപോലെ തന്നെ പ്രേംപൂജാരി 6 വട്ടം, അങ്ങനെ നക്ഷത്രധാരാട്ട് 4 വട്ടം, അങ്ങനെ എല്ലാ കുഞ്ചാക്കോവൻ്റെ അതിയായ ഫിലിമുകളൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് കമൻറ്റ് പറയുക, ലൈക്ക് അടിക്കുക, ഇത് കമൻറ്റുകളൊക്കെ ചെയ്യുക. ഓക്കെ, ശരി.